നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്തകൾ. ബുധനാഴ്ച പുലർച്ചെ കല്ലടയാറ്റിൽ ചാടിയ 15-കാരന്റെ മൃതദേഹം വ്യാഴാഴ്ച രാവിലെ മുക്കടവ് ഭാഗത്തുനിന്ന് കണ്ടെത്തി. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് നിഗമനം. പുനലൂർ ഗുരുവായൂർ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനിന് പുതുതായി 6 സ്റ്റോപ്പുകളും സമയമാറ്റവും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യമർപ്പിച്ച പത്തനാപുരത്ത് ഐ ഗ്രൂപ്പിന്റെ ശക്തിപ്രകടനം. വാർത്തകൾ വിശദമായി. ബുധനാഴ്ച പുലർച്ചെ കല്ലടയാറ്റിൽ ചാടിയ 15-കാരന്റെ മൃതദേഹം വ്യാഴാഴ്ച രാവിലെ മുക്കടവ് ഭാഗത്തുനിന്ന് കണ്ടെത്തി. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് നിഗമനം. പുനലൂർ പവർ ഹൌസിന് സമീപം കലുങ്ങുമുകൾ കോട്ടൂർ ചരുവിള വീട്ടിൽ വിജയകുമാറിന്റെയും വിജയകുമാരിയുടെയും മകൻ കിരണാണ് ആത്മഹത്യ ചെയ്തത്. ബുധനാഴ്ച പുലർച്ചെയോടെ കിരണിനെ വീട്ടിൽ നിന്ന് കാണാതായിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ പുനലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ബുധനാഴ്ച വൈകുന്നേരത്തോടെ ദേശീയപാതയിലെ വലിയ പാലത്തിനു സമീപം കിരണിന്റെ സൈക്കിൾ ഉപേക്ഷിച്ച നിലയിൽ ഹൈവേ പോലീസ് കണ്ടെത്തി. പുലർച്ചെ ഒരാൾ കല്ലടയാറ്റിലേക്ക് ചാടിയത് കണ്ടതായി പട്ടണത്തിലെ ഒരു ഓട്ടോ ഡ്രൈവർ പോലീസിനെ അറിയിക്കുക കൂടി ചെയ്തതോടെ പോലീസും ഫയർഫോഴ്സും മുങ്ങൽ വിദഗ്ധരും നാട്ടുകാരും ചേർന്ന് ബുധനാഴ്ച രാത്രി വൈകും വരെ കല്ലടയാറ്റിൽ തെരച്ചിൽ നടത്തി. വ്യാഴാഴ്ച രാവിലെ തെരച്ചിൽ തുടരുമ്പോഴാണ് മുക്കടവ് ഭാഗത്ത് മൃതദേഹം കണ്ടത്. കിരൺ ആറ്റിലേക്ക് ചാടിയെന്ന് കരുതുന്ന സ്ഥലത്തുനിന്ന് 2 കിലോമീറ്ററിലേറെ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു കിരൺ. ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിന്റെ പേരിൽ വീട്ടുകാർ വഴക്ക് പറഞ്ഞതിൽ മനംനൊന്ത് ആത്മഹത്യ ചെയ്തെന്നാണ് പോലീസ് നിഗമനം. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ മൃതദേഹം സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുതുവർഷത്തലേന്ന് പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ കൊല്ലം റൂറൽ ജില്ലയിലെ നിരവധി പേർക്കെതിരെ കർശന നടപടിയെടുത്തു. മദ്യപിച്ച് വാഹനമോടിച്ച 250 പേരുടെ ലൈസൻസ് റദ്ദാക്കി. കൊല്ലം റൂറൽ ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളുടെ പരിധിയിൽ പുതുവർഷത്തലേന്ന് നടത്തിയ പ്രത്യേക പരിശോധനയിൽ 700 പേർക്കെതിരെ കേസെടുത്തു. മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനമോടിച്ച 250 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹെൽമറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിച്ച 400 പേർക്കെതിരെയും സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതിനും അമിത വേഗത്തിനും 100 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു. മദ്യപിച്ച് വാഹനമോടിച്ച 250 പേരുടെ ലൈസൻസ് റദ്ദാക്കാൻ നിർദ്ദേശം നൽകി. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി പൊതുനിരത്തിലിരുന്ന് മദ്യപിച്ച 46 പേരെയും മദ്യപിച്ച് ബഹളമുണ്ടാക്കിയ 68 പേരെയും അറസ്റ്റ് ചെയ്തു. നിയമലംഘനത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് റൂറൽ എസ് പി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം നടപ്പാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജി മാരൂർ പറഞ്ഞു. കുന്നിട ഗവൺമെന്റ് യു പി സ്കൂളിൽ കമ്പ്യൂട്ടർ പഠന പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ഇംഗ്ലീഷ് പഠന പദ്ധതി നടപ്പാക്കി വിജയിപ്പിച്ചിരുന്നു. ഇതുപോലെ കമ്പ്യൂട്ടർ പഠന പദ്ധതിയും വൻ വിജയമാക്കുമെന്നും ഇത് തുടർ പഠന പദ്ധതിയായി നിലനിർത്തുമെന്നും സജി മാരൂർ പറഞ്ഞു. പദ്ധതികൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ കുന്നറ സ്കൂൾ എടുക്കാനുള്ള പ്രധാന കാരണം ഇവിടുന്നുള്ള PTA കമ്മിറ്റിയെയും പ്രത്യേകിച്ച് അധ്യാപകരുടെയും HMന്റെയും ഇവിടുത്തെ നാട്ടുകാരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെയുള്ള പഞ്ചായത്തിനോടുള്ള ഞങ്ങളുടെ സമിതിയോടുള്ള നിങ്ങളുടെ ആത്മാർത്ഥമായ ഒരു സഹകരണമാണ് ഞങ്ങൾ എപ്പോഴും ഈ സ്കൂൾ തെരഞ്ഞെടുക്കുന്നത്. സമ്പൂർണ്ണ കമ്പ്യൂട്ടർ പഠന പദ്ധതി എല്ലാ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലും നടപ്പാക്കുന്നതിലൂടെ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള നിരവധി യുവതി യുവാക്കൾക്ക് തൊഴിൽ നൽകാനും സാധിച്ചതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിനി സുഗു അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അരുൺ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഹെഡ്മിസ്ട്രസ് ബുഷ്ര CM സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീല വിജയൻ, വിമലമ്മ, ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ ഗുരുവായൂർ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിന് പുതുതായി 6 സ്റ്റോപ്പുകൾ കൂടി നിലവിൽ വന്നു. ഇതോടൊപ്പം ബുധനാഴ്ച മുതൽ സമയമാറ്റവുമുണ്ട്. കുര, കിളികൊല്ലൂർ, പെരിനാട്, ചെറിയനാട്, കുറുപ്പംതറ, മുളന്തുരുത്തി എന്നിവിടങ്ങളിലാണ് പുതിയ സ്റ്റോപ്പുകൾ. പുതിയ സ്റ്റോപ്പുകൾ നിലവിൽ വന്നതോടെ ട്രെയിൻ സമയത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. പുനലൂരിൽ നിന്ന് വൈകിട്ട് 5:30 പുറപ്പെട്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ 5-നാണ് പുറപ്പെടുന്നത്. ഗുരുവായൂരിൽ നിന്ന് രാവിലെ 6 പുറപ്പെട്ടിരുന്ന ട്രെയിൻ ഇപ്പോൾ 7-നാണ് പുറപ്പെടുന്നത്. റിസർവേഷൻ സൌകര്യത്തോടെ യാത്ര ചെയ്യാൻ 2 ചെയർ കാറുകൾ കൂടി ഏർപ്പെടുത്തി. പുതിയ സ്റ്റോപ്പുകൾ നിലവിൽ വന്നത് ഏറെ ഉപകാരപ്രദമായെന്ന് യാത്രക്കാർ പ്രതികരിച്ചു. നേരത്തെ പുനലൂർ ഗുരുവായൂർ ഫാസ്റ്റ് പാസഞ്ചറിന് പ്രധാന സ്റ്റേഷനുകളിൽ മാത്രമേ സ്റ്റോപ്പുകൾ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ സ്റ്റേഷനുകളിൽ നിന്നുള്ള യാത്രികർ ഇതുമൂലം അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടിന് പുതിയ സ്റ്റോപ്പുകൾ നിലവിൽ വന്നതോടെ വലിയൊരളവിൽ പരിഹാരമായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രോഗങ്ങളും വൈകല്യങ്ങളും ഒറ്റപ്പെടുത്തിയ പാവങ്ങളെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ച സ്നേഹ കൂട്ടായ്മ വേറിട്ടതായി. ജീവകാരുണ്യ പ്രവർത്തകരായ അനീഷ് പുനലൂർ, രാജേഷ് കരിക്കോട് എന്നിവരുടെ നേതൃത്വത്തിലാണ് കിടപ്പിലായ രോഗികളുടെ കുടുംബസ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. കൊട്ടാരക്കര MGM സ്കൂളിൽ സംഘടിപ്പിച്ച കൂട്ടായ്മ അഡ്വക്കേറ്റ് P. ആയിഷ പോറ്റി MLA ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്കാർക്കും നിങ്ങളുടെ
സഞ്ചരിക്കാൻ വയ്യാതായി, എഴുന്നേറ്റിരിക്കാൻ വയ്യാതായി. അതുകൊണ്ടൊന്നും ആരും സഹതാപത്തോടെ, എനിക്ക് ഒട്ടും ഇഷ്ടമുള്ളതായിരുന്നു. ആ സഹതാപമല്ല വേണ്ട, സ്നേഹം, നല്ല സ്നേഹം നിങ്ങൾക്കുണ്ട് ഞങ്ങളുടെ എല്ലാം ഉറപ്പാണ്. നല്ല ഒരു മഹത്തായ മനസ്സ്, മഹത്തായ ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും ഇന്ന് സംഘടിപ്പിച്ച സ്നേഹ കൂട്ടായ്മ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടു തുറന്നുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഉള്ള പ്രയാസങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ, വീട്ടിൽ നിന്നും ഒന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി. ഇതൊക്കെ ചിലപ്പോൾ മറ്റുള്ള ഒരുപാട് വഴികൾ നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ളൊരു സാഹചര്യം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ജന്മന വൈകല്യങ്ങൾ ഉള്ളവർ, പലതരത്തിലുള്ള അപകടങ്ങളിൽ അരയ്ക്ക് കീഴ്പോട്ട ചലനശേഷി നഷ്ടപ്പെട്ടവർ, വൈകല്യങ്ങൾ മൂലം 4 ചുവരുകൾക്കുള്ളിൽ തനിച്ചായി പോയവർ തുടങ്ങിയവരെ സമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തിക്കുന്നതിനും ഇവർക്ക് സർക്കാർ തലത്തിൽ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനും മാനസികവും സാമൂഹികവുമായ ഒറ്റപ്പെടൽ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് സ്നേഹക്കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അരയ്ക്കു താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സന്തോഷിന്റെ ഗാനത്തോടെയായിരുന്നു സ്നേഹക്കൂട്ടായ്മയുടെ തുടക്കം. മികച്ച ഡോക്ടർക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ CR ജയശങ്കറെയും കലയപുരം ആശ്രയ സങ്കേതം സെക്രട്ടറി കലയപുരം ജോസിനെയും ചടങ്ങിൽ ആദരിച്ചു. ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ രോഗികൾക്കുള്ള സഹായങ്ങൾ വിതരണം ചെയ്തു. സാമൂഹ്യക്ഷേമ ബോർഡ് അംഗം ഷാഹിദ കമാൽ, കൊല്ലം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഉഷാകുമാരി, MGM സ്കൂൾ വൈസ് ചെയർമാൻ തോമസ് ഡാനിയൽ, പ്രിൻസിപ്പൽ രഞ്ജിത്ത് അലക്സാണ്ടർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പട്ടാഴി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പരിവർത്തൻ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ സൌഹൃദ കൂട്ടായ്മ സംഘടിപ്പിച്ചു. സാമൂഹ്യ ജീവിതത്തെ ആരോഗ്യകരമാക്കുന്ന പശ്ചാത്തലം രൂപപ്പെടുത്തേണ്ടതുണ്ടെന്ന് കൂട്ടായ്മയുടെ ഭാഗമായി നടന്ന സംവാദം വിലയിരുത്തി. സൌഹൃദ കൂട്ടായ്മയുടെ ഭാഗമായി സ്ത്രീ ശാക്തീകരണം ആധുനിക കാലഘട്ടത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി സംഘടിപ്പിച്ച ചർച്ചയിൽ പ്രമുഖർ പങ്കെടുത്തു. കുടുംബ ബന്ധങ്ങളിൽ സമാധാനം സാധ്യമാകണമെങ്കിൽ ആത്മീയതയിലൂന്നിയ പശ്ചാത്തലം രൂപപ്പെടണമെന്ന് സമ്മേളനം വിലയിരുത്തി. സ്ത്രീകളുടെ മാനവും മഹത്വവും അംഗീകരിക്കപ്പെടണം എന്ന വാദത്തോടൊപ്പം സ്ത്രീ സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ക്രിമിനൽ സ്വഭാവത്തിലും സ്ത്രീപക്ഷ നിയമങ്ങളുടെ മറവിൽ നടക്കുന്ന ചൂഷണത്തിലും ദുരുപയോഗത്തിലും സൌഹൃദ കൂട്ടായ്മ ആശങ്ക പ്രകടിപ്പിച്ചു. മൂല്യാധിഷ്ഠിതമായ കുടുംബജീവിതമാണ് ആരോഗ്യകരമായ സമൂഹത്തെ സൃഷ്ടിക്കുന്നത് എന്ന വിലയിരുത്തലോടെയാണ് കൂട്ടായ്മ സമാപിച്ചത്. നമ്മളൊരു കുട്ടി, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ഒരു തെറ്റ് ചെയ്താൽ അവരുടെ പേരൻസിനെ വരുത്തിയാൽ ഈ തെറ്റ് നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്താൽ, നിങ്ങളുടെ കുട്ടി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അത് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ആ പേരൻസ് അത് അംഗീകരിക്കാൻ തയ്യാറല്ല. എന്റെ കുട്ടി അത് ചെയ്യില്ല. വളരെ ബോൾഡായിട്ടാണ് തുറന്നു പറയുകയാണ് അവർ. എന്റെ കുട്ടി അത് ചെയ്യില്ല, ശക്തമായ ഭാഷയിലാണ്. അതല്ല, നിങ്ങളുടെ കുട്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ അത് അവസാനം അത് മോശമായ ഒരു റിലേഷൻഷിപ്പിൽ എത്തുകയാണ്. ആൺകുട്ടികളെ വേണ്ടാത്ത രീതികളൊക്കെ ഇത് പറഞ്ഞിട്ട് അവരങ്ങ് മാറുകയാണ്. എന്നിട്ട് ആൺകുട്ടികളുടെ പുറത്താണ് എല്ലാ തെറ്റും വരുന്നത്. തന്റെ കുട്ടിയെക്കുറിച്ച് പറഞ്ഞത് എന്താണ് ശരി, ഇത് പരിശോധിക്കണം, ഇത് തിരുത്തണം സാറേ, നമുക്ക് ഒന്നായി എന്റെ മക്കളെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു സമീപനം സ്വീകരിക്കുന്നില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വിദ്യാഭ്യാസ കൗൺസിലിംഗ്, മനഃശാസ്ത്രപരമായ കൗൺസിലിംഗ്, ഈ ജീവന കലയുടെ എന്താണ് പറയുക, അതിന്റെ ഒരു ശാസ്ത്രം, സമീപനം നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് മുതിർന്നവർക്കാണ്. പരിവർത്തൻ സമിതി പ്രസിഡന്റ് മുരളീധരൻ മാസ്റ്റർ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം മോഡറേറ്ററായി. പട്ടാഴി ഗോപി, EV ഇറവങ്കര, ശ്രീകുമാരി പ്രതാപ്, ഗീതാകുമാരി, പ്രഭാകുമാരി, ക്യാപ്റ്റൻ ഗോപാലൻ നായർ, പ്രൊഫസർ രാജൻ മേലേതിൽ, KB അനു, ദാമോദരൻ പിള്ള തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചെറുവാഹനങ്ങൾ മാത്രം പാർക്ക് ചെയ്യാൻ അനുമതിയുള്ള സ്ഥലത്ത് വലിയ വാഹനം പാർക്ക് ചെയ്ത് കൊട്ടാരക്കരയിൽ പോലീസിന്റെ പരസ്യമായ നിയമലംഘനം. മണിക്കൂറുകളോളമാണ് പോലീസ് വാഹനം അനധികൃത പാർക്കിംഗ് നടത്തിയത്. കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനു സമീപം MC റോഡിൽ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഭാഗത്താണ് ഈ അനധികൃത പാർക്കിംഗ്. സാധാരണക്കാരന്റെ വാഹനം ഓടിച്ചിട്ട് പിടിക്കുന്ന പോലീസുകാർക്ക് എന്തുമാകാം. ഭാരിച്ച ചരക്കുമായാണ് ഈ പോലീസ് വാഹനം ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ട്രാഫിക് ഐലൻഡിൽ പോലും സാധാരണക്കാരനെ വിടാതെ പിടിക്കുന്ന പോലീസിന്റെ വാഹനമാണ് ഇവിടെ നിയമം ലംഘിക്കുന്നത്. ചെറിയ വാഹനങ്ങൾക്കും കാറുകൾക്കും മാത്രമായി എന്ന് വലിയ അക്ഷരത്തിൽ ഇവിടെ ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്നിട്ടും യാതൊരു സങ്കോചവും കൂടാതെയാണ് മണിക്കൂറുകളോളം പോലീസ് ഇവിടെ അനധികൃത പാർക്കിംഗ് നടത്തിയത്. ടൌണിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് മുമ്പ് ഇവിടെ നിന്ന് എല്ലാ വലിയ വാഹനങ്ങളും നീക്കം ചെയ്ത് വലിയ ബോർഡുകൾ സ്ഥാപിച്ചത്. ബോർഡുകൾ പലതുണ്ടെങ്കിലും നിയമം ലംഘിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ തീരുമാനിച്ചാൽ തടയാൻ തൽക്കാലം സംവിധാനങ്ങൾ ഇല്ല എന്ന സൂചനയാണിത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.
ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് പത്തനാപുരത്ത് ഐ ഗ്രൂപ്പിന്റെ ശക്തി പ്രകടനം. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നേതൃത്വം നൽകി. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി ചുമതലയേറ്റ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് ഐ ഗ്രൂപ്പ് പത്തനാപുരത്ത് ആഹ്ലാദ പ്രകടനം നടത്തി. നെടുമ്പറമ്പിൽ നിന്ന് ആരംഭിച്ച പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് നടത്തിയ പ്രകടനം ഐ ഗ്രൂപ്പിന്റെ പത്തനാപുരം മേഖലയിലെ ശക്തി പ്രകടനം കൂടിയായിരുന്നു. കോൺഗ്രസ് നേതാക്കളായ പള്ളിത്തോപ്പിൽ ഷിബു, യൂത്ത് കോൺഗ്രസ് നേതാവ് MS പ്രദീപ് കുമാർ, MA സലാം, നെൽസൺ തോമസ്, സഞ്ജു ഖാൻ എന്നിവർ സംസാരിച്ചു. പ്രിയങ്കരനായ നേതാവ് ഇന്ന് കേരളത്തിന്റെ ഭരണത്തിലേക്ക് വരികയാണ്. കേരളത്തിന്റെ ആഭ്യന്തര സംസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കേരളത്തിന്റെ ഭരണതീരത്തിലേക്ക് വരുമ്പോൾ ഈ വർഷം തൊട്ട് മാറ്റമാണ് UDF ആഗ്രഹിക്കുന്നത്. വളരെ ശക്തമായ ഒരു ഭരണം കാഴ്ചവെക്കാനും അദ്ദേഹത്തിന് സാധിക്കും. അതുമല്ല, കഴിഞ്ഞ 25 വർഷക്കാലമായി NSUവിലൂടെയും KSUവിലൂടെയും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനമൊക്കെ നിന്നുകൊണ്ട് കഴിഞ്ഞ 8 വർഷമായി KPCCയുടെ വിജയം എല്ലാം തന്നെ വളരെ ആഗ്രഹത്തോടുകൂടി ഇന്ന് ഈ ഭരണം കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കും. അതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാഗത്ത് നേരിടുന്നു. റജീബ്, മനോഹരൻ നായർ, ഹുനൈസ്, അനീഷ് കരീം, M അൻസർ, സജിത്, ആസാദ് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ശാസ്ത്ര കൌതുകമൊരുക്കി കരവാളൂർ ഓക്സ്ഫോർഡ് പബ്ലിക് സ്കൂളിൽ ശാസ്ത്ര പ്രദർശനം പുരോഗമിക്കുന്നു. കുട്ടിക്കൌതുകങ്ങൾ മുതൽ അറിവിന്റെ ആഴങ്ങൾ വരെ പ്രദർശിപ്പിക്കുന്ന മേള സംഘടനാ മികവ് കൊണ്ടും ശ്രദ്ധേയമാണ്. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര കൌതുകവും അന്വേഷണാത്മകതയും വളർത്തുന്നതാണ് മേള. സ്കൂളിലെ 1100 വിദ്യാർത്ഥികൾ ചേർന്ന് 3000-ലധികം വസ്തുക്കൾ പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട്. പതിനഞ്ചോളം സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വിവിധ സർക്കാർ സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പുനലൂർ ജനമൈത്രി പോലീസ്, ആരോഗ്യവകുപ്പ്, വനം വകുപ്പ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവയുടെ സ്റ്റാളുകളും മേളയിൽ ഉൾപ്പെടുന്നു. പുഷ്പ പ്രദർശനം, ഔഷധ സസ്യ പ്രദർശനം, ചലച്ചിത്രമേള, കരകൌശല വസ്തുക്കളുടെ പ്രദർശനം, കുട്ടികളുടെ ഫുഡ് കോർട്ട്, വൈൻ, സോപ്പ്, ഡിറ്റർജന്റ് യൂണിറ്റുകൾ, പുസ്തകമേള, ചിത്രപ്രദർശനം, കുതിരസവാരി, ഒട്ടകസവാരി എന്നിവയും മേളയുടെ മുഖ്യ ആകർഷണങ്ങളാണ്. സ്കൂളിന്റെ 10ാം വാർഷികത്തിന്റെ ഭാഗമായി പത്തനാപുരം താലൂക്കിലെ മുഴുവൻ സ്കൂളുകൾക്കും പങ്കെടുക്കാവുന്ന പ്രസംഗ ക്വിസ് മത്സരങ്ങൾ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. സ്കൂളിലെ വിദ്യാർത്ഥി കൂടിയായ മാസ്റ്റർ സാരൻ ദേവിന്റെ മാജിക് ഷോയും പ്രധാന ആകർഷണമാണ്. ശനിയാഴ്ച വാവ സുരേഷ് പങ്കെടുക്കുന്ന ബോധവത്കരണ ക്ലാസ് നടക്കുമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. വിദ്യാർത്ഥികളിൽ ശാസ്ത്ര കൗതുകവും അവരിലെ അന്വേഷണാത്മക ചിന്താസരണിയും വളർത്തുന്നതിനു വേണ്ടിയാണ് ഇത് സ്കൂൾ സംഘടിപ്പിക്കുന്നത്. വാവ സുരേഷ് ഒരു പാമ്പ് വിഷബാധയെക്കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ 4-ാം തീയതി രാവിലെ വന്ന് നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. 4-ാം തീയതി 3:30 ഇത് സമാപിക്കുന്നു. പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും വിജയികൾക്ക് പ്രത്യേക സമ്മാനങ്ങളും നൽകുന്നതാണ്. ക്വിസ് പ്രസംഗ മത്സരങ്ങളും ഇതിനോടകം സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് നാളെ രാവിലെ 10 മണിക്ക് ആരംഭിക്കും. സ്കൂളിന്റെ 10ാമത് വാർഷികം പ്രമാണിച്ചാണ് അത് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിജയികൾക്ക് ഗോൾഡ് കോയിൻ, 3000 രൂപ ക്യാഷ് അവാർഡെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 40ഓളം രജിസ്ട്രേഷൻ ഇതിനകം വന്നിട്ടുണ്ട്. വ്യാഴാഴ്ച തുടങ്ങിയ മേള ശനിയാഴ്ച സമാപിക്കും. പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
പത്തനാപുരം മാങ്കോട് സാംസ്കാരിക വേദി 23ാമത് വാർഷികവും പുതുവർഷവും ആഘോഷിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഹരിദാസ് ഇടത്തിട്ട ഉദ്ഘാടനം ചെയ്തു. മാങ്കോട് മേഖലയുടെ സാമൂഹ്യ സാംസ്കാരിക മുന്നേറ്റത്തിന് ജനശക്തി സാംസ്കാരിക വേദി വിലപ്പെട്ട സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് അഡ്വക്കേറ്റ് ഹരിദാസ് ഇടത്തിട്ട പറഞ്ഞു. ജനശക്തി സാംസ്കാരിക വേദി ആദ്യം 2 സെന്റിൽ നിർമ്മിച്ച SNDP ജംഗ്ഷനിലുള്ള കെട്ടിടം അത് ഹെൽത്ത് സെന്റർ നടത്തിപ്പിനായി സൗജന്യമായി തന്നെ ആരോഗ്യവകുപ്പിന് നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എങ്കിലും ജനശക്തി സാംസ്കാരിക വേദി കൂടുതൽ ഉയർച്ചയിലേക്ക് വളർച്ചയിലേക്ക് പോകേണ്ട കാലം അതിക്രമിച്ചിരിക്കുക. 23 വർഷം പിന്നിടുന്ന ജനശക്തി ജില്ലയിലെ മറ്റ് സാംസ്കാരിക സംഘടനകൾക്ക് മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക വേദി പ്രസിഡന്റ് TM ജലാലുദ്ദീൻ അധ്യക്ഷനായി. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സുധ നിർധനർക്കുള്ള ചികിത്സാ സഹായം വിതരണം ചെയ്തു. മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം മുഖ്യപ്രഭാഷണം നടത്തി. സാംസ്കാരിക വേദി സെക്രട്ടറി KP ജയൻ, ഭാരവാഹികളായ വിപിൻ, രഘുനാഥക്കുറുപ്പ്, സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രദേശത്തെ വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അഖില കേരള വടംവലി മത്സരവും നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. റോസ് റൈസ് ഫിലിംസിന്റെ ബാനറിൽ തയ്യാറാക്കുന്ന ആന്റിവൈറസ് എന്ന സിനിമയുടെ പൂജ കൊട്ടാരക്കരയിൽ സംഘടിപ്പിച്ചു. കൊല്ലം ജില്ലയിൽ ചിത്രീകരിക്കുന്ന സിനിമയിൽ പുതുമുഖങ്ങൾ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. നവാഗത സംവിധായകൻ ജോൺ ബ്രിട്ടോയാണ് ആന്റിവൈറസ് ഒരുക്കുന്നത്. ശ്രീവിനായക ഹെൽത്ത് ക്ലബ് ഹാളിൽ നടന്ന ചടങ്ങ് കഥകളി കലാകാരി ചവറ പാറക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ പേര് തന്നെ വളരെ ശ്ലാഘനീയമായ അർത്ഥമാണ്. അനിലാൽ, അർച്ചന എന്നിവരാണ് ചിത്രം നിർമ്മിക്കുന്നത്. കേന്ദ്ര കഥാപാത്രങ്ങൾ പുതുമുഖങ്ങളാണ്. കൊല്ലം ജില്ലയിലെ കല്ലടയാറും അഷ്ടമുടിക്കായലിന്റെ തീരങ്ങളുമാണ് പ്രധാന ലൊക്കേഷനുകൾ. മതേതരത്വത്തിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ. അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നതാണ് സിനിമയുടെ പ്രമേയമെന്ന് സംവിധായകൻ പറഞ്ഞു. 7 ചെറുപ്പക്കാരുടെ കഥയാണ് പറയുന്നത്. ഒരു അച്ഛൻ വളർത്തുന്ന അനാഥരായ ചെറുപ്പക്കാർ. കുടുംബ പശ്ചാത്തലത്തിലുള്ള സിനിമയിൽ ആക്ഷനും കോമഡിക്കും പ്രാധാന്യമുണ്ടെന്ന് സംവിധായകൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കലഞ്ഞൂർ ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും ഹിന്ദുമത സമ്മേളനവും പുരോഗമിക്കുന്നു. ദൃശ്യങ്ങൾ. വിഷ്ണുദൂതന്മാര് പറഞ്ഞുകൊടുത്ത നാമത്തിന്റെ മഹാത്മ്യം അതാണ് നമുക്ക് ഇനി 6ാമത്തെ സ്കന്ധത്തിലെ ആദ്യത്തെ 3 അധ്യായങ്ങളെ കൊണ്ട് പ്രത്യേകം കേൾക്കേണ്ട ഭാഗം. തൃക്കലഞ്ഞൂർ ശ്രീ മഹാദേവ സേവാ സംഘത്തിന്റെയും ബ്രഹ്മവിദ്യാ സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഭാഗവത സപ്താഹയജ്ഞവും ഹിന്ദുമഹാസമ്മേളനവും നടക്കുന്നത്. 29-ന് ആരംഭിച്ച പരിപാടികൾ ജനുവരി 5-ന് സമാപിക്കും. പന്തളം കൊട്ടാരം രാജപ്രതിനിധി തൃക്കേട്ടനാൾ രാജരാജവർമ്മ രാജ, സാഹിത്യകാരൻ മാടമ്പ് കുഞ്ഞുകുട്ടൻ, മുൻ ചീഫ് സെക്രട്ടറി CP നായർ തുടങ്ങി നിരവധി പ്രമുഖർ വിവിധ ദിവസങ്ങളിലായി പ്രഭാഷണം നടത്തി. പുത്തില്ലം മധുനാരായണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. 5-ന് വൈകിട്ട് 4:30 നടക്കുന്ന അവഭൃത സ്നാന ഘോഷയാത്രയോടെ ഭാഗവത സപ്താഹയജ്ഞം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. ബുധനാഴ്ച പുലർച്ചെ കല്ലടയാറ്റിൽ ചാടിയ 15-കാരന്റെ മൃതദേഹം വ്യാഴാഴ്ച രാവിലെ മുക്കടവ് ഭാഗത്തുനിന്ന് കണ്ടെത്തി. പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞതിന്റെ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്തതെന്ന് പോലീസ് നിഗമനം. പുനലൂർ ഗുരുവായൂർ ഫാസ്റ്റ് പാസഞ്ചർ ട്രെയിനിന് പുതുതായി 6 സ്റ്റോപ്പുകളും സമയമാറ്റവും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് അഭിവാദ്യമർപ്പിച്ച പത്തനാപുരത്ത് ഐ ഗ്രൂപ്പിന്റെ ശക്തിപ്രകടനം. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക.